നീണ്ട വിചാരണ തടവിന് ശേഷം നിരപരാധികളാണെന്ന്, കുറ്റമുക്തരാണ് എന്ന് പറഞ്ഞ് പുറത്താക്കപ്പെട്ട മനുഷ്യരുടെ വാതിലുകളും ഇവിടെ ബോംബ് സ്ഫോടനം നടക്കുമ്പം അതേപ്പുറത്ത് പാനായിക്കുളത്ത് നിരപരാധികളാണ് എന്ന് കുറ്റമുക്തരാക്കപ്പെട്ട, പാനായിക്കുളത്ത് ഈ കേസിൽ അകപ്പെട്ടിരുന്ന എന്നിട്ട് കുറ്റമുക്തനാക്കപ്പെട്ടിരുന്ന ഒരു സഹോദരന്റെ വാതിലും പോയിട്ട് മുട്ടുന്നുണ്ട് പോലീസ്. ഈ അത്യാഖ്യാനങ്ങള് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ എൻ്റെ ഈ അധ്യക്ഷ ഭാഷണം ആരംഭിക്കുന്നത് ഇന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവെച്ചാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ആ അനുഭവം അതേപോലെ തന്നെ ഉണ്ടെങ്കിലും ഇന്ന് അല്പം ആഴത്തിലായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് ഞാൻ ഇടുന്നത് ഏകദേശം ഒരു 7:30 മണിയോടടുത്താണ്. 8 മണിയാകുമ്പം എനിക്കൊരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോൾ അതേ സ്വഭാവത്തിൽ മറ്റൊരാളുടേത് വന്നു. അത് ഏകദേശം ഒരു 8:45 സമയത്താണ്. ഞാൻ ഈ നഗരിയിലേക്ക് വരുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് മറ്റൊരു ഫോൺ കോൾ വന്നു. ചോദ്യം, ഇന്നലെ വൈകുന്നേരം ഏറെ ബഹുമാന്യനായ, നമ്മളെല്ലാം സ്നേഹത്തോടുകൂടി ആദരിക്കുന്ന ഉസ്താദ് അബ്ദുൽ നാസർ മഅദനിയെ ഈ എറണാകുളം നഗരത്തിൽ തന്നെ ചികിത്സയ്ക്ക് വേണ്ടി താമസിച്ചു കൊണ്ടിരിക്കുന്ന മഅദനിയെ ഞങ്ങൾ സോളിഡാരിറ്റി ലീഡേഴ്സ് സന്ദർശിച്ചിരുന്നു. ഫോൺ കോളിൽ ആരാണ് അങ്ങോട്ട് നിങ്ങളെ കണക്ട് ചെയ്തത്? എത്ര നേരമാണ് നിങ്ങൾ സംസാരിച്ചത്? അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ എഴുതിയത് അത് യാഥാർത്ഥ്യമാണോ? അദ്ദേഹം തളർന്നു കിടക്കുകയല്ലേ? എന്താ നിങ്ങളോട് സംസാരിച്ചത്? 3 വ്യത്യസ്ത സ്വഭാവത്തിൽ പല വിധത്തിലുള്ള ചോദ്യങ്ങൾ, അന്വേഷണങ്ങൾ. ഞാൻ മനസ്സിലാക്കുന്നു സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ പരിപാടി നടത്തുന്നത്, അതിൻ്റെ ഉള്ളടക്കവും അതിൻ്റെ സന്ദേശവും ഈ ഫോൺ കോളിലൂടെ തന്നെ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോളിഡാരിറ്റി ആഗ്രഹിക്കുന്നത് ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്ക്, ഇതുപോലെയുള്ള ഇവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആഖ്യാനങ്ങൾക്കെതിരെ വിശദീകരണങ്ങൾ തേടിയും അന്വേഷിച്ചും നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള ഇവിടുത്തെ സർവേലിനെതിരെ മറുചോദ്യങ്ങൾ ഉന്നയിച്ച് തിരിച്ച് പുതിയ അവകാശ പോരാട്ടങ്ങൾ നടത്തി ഇത് ഞങ്ങളുടെ ജീവിത ദൗത്യമാണ് എന്ന് ബോധ്യപ്പെടുത്തി വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുക എന്നത് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു എന്നതാണ് ഈ സമ്മേളനം എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നമുക്കറിയാം ഈ ചോദ്യങ്ങൾ എന്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. വളരെ നിസ്സാരമാണ്. നമ്മൾ പരപ്പനങ്ങാടി സക്കരിയനെ ബാംഗ്ലൂർ ജയിലിൽ ചില സമയങ്ങളിൽ കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് സന്ദർശിക്കാറുണ്ട്. ജയിലിൽ 17 വർഷത്തോളം വിചാരണ തടവുകാരനാണ് സക്കരിയ. എഴുതാറുണ്ട്, സംസാരിക്കാറുണ്ട്. അത് സംസാരിക്കുന്നതോടുകൂടി, അത് പറയുന്നതോടുകൂടി ഇവിടെ നമുക്ക് എതിരെ വരുന്ന ആഖ്യാനങ്ങളുണ്ട്. തീവ്രവാദികൾക്ക് വേണ്ടി ഭീകരരാണ് എന്ന് ഇവിടുത്തെ ഭരണകൂടവും ഇവിടുത്തെ സംവിധാനങ്ങളും പേരെടുത്ത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഇവർക്ക് വേണ്ടി സംസാരിക്കുക, ഇവർക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക, ഇവർക്ക് വേണ്ടി അവകാശ പോരാട്ടം നടത്തുക.
എന്ന് പറയുന്നത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നൊരു വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ് എന്ന് വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാട് അന്തരീക്ഷം, വിശദമാക്കേണ്ടതില്ലാത്ത വിധം നമ്മുടെ മുമ്പിൽ കാര്യങ്ങൾ വ്യക്തമാണ്. വേൾഡ് കപ്പിന്റെ സമയത്താണ് നമ്മൾ ഉള്ളത്. വേൾഡ് കപ്പ് ആരംഭിക്കുന്നതിന്റെ മുമ്പ് സോമാലിയക്കാരനായ റഫറിക്ക് ഒമർ അർത്താന് അമേരിക്കയിലേക്ക് പ്രവേശനം നിഷേധിച്ചു. അതിൻ്റെ ഇടയിൽ എഴുതി വെച്ചു, അദ്ദേഹം ഒരു ഭീകര പ്രസ്ഥാനങ്ങളുമായിട്ടും സംഘടനകളുമായിട്ട് ബന്ധമുണ്ടോ എന്ന് സംശയമുണ്ട് എന്നുള്ളത്. അത് പോട്ടെ, നമുക്കെല്ലാവർക്കും ചിലപ്പോൾ അഭിമാനം തോന്നാറുള്ള പല പേരുകൾ കേൾക്കുമ്പോൾ നമുക്ക് അഭിമാനം തോന്നാറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്, അമേരിക്കൻ എയർപോർട്ടിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാതെ നമ്മുടെ തന്നെ ഫിലിം ആക്ടർ മമ്മൂട്ടിക്ക് തിരിച്ചു വന്നു എന്നുള്ളത്. കമൽ ഹസന് പുറത്തു കടക്കാൻ കഴിയാത്ത വിധം എന്റെ ഐഡന്റിറ്റി വ്യക്തമാക്കേണ്ടുന്ന നിർബന്ധ സാഹചര്യമുണ്ടായി എന്നുള്ളത്. ഷാറൂഖ് ഖാന് ഫ്ലാറ്റ് കിട്ടാത്ത വിധം, അല്ലെങ്കിൽ അമേരിക്കയുടെ സന്ദർശനത്തിന്റെ സമയത്ത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഞാൻ ഇങ്ങനൊരു ആക്ടറാണ് എന്നുള്ളത്. പാസ്പോർട്ടിലെ പേര് നോക്കിയാൽ റൂം കൊടുക്കാൻ പാടില്ലാത്ത ഒരാൾ, പാസ്പോർട്ടിലെ പേര് നോക്കിയാൽ ഈ രാജ്യത്തേക്ക് കടത്താൻ പാടില്ലാത്ത ഒരാൾ. ഞാൻ പറഞ്ഞു വരുന്നത് ചിലത് നിരപരാധിത്വം തെളിയിക്കേണ്ടുന്ന വിധത്തിൽ സ്വയം തന്നെ ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ചോദ്യങ്ങളും മറുചോദ്യങ്ങളും ചോദിച്ച് അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പിലുണ്ട് 2001 സെപ്റ്റംബർ 11 സംഭവം. എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർ, കഴിഞ്ഞ 25 വർഷം നമ്മളൊന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. 2001 ശേഷം 2026 വരെയുള്ള 25 വർഷം എന്ന് പറയുന്നത്, കാൽ നൂറ്റാണ്ട് എന്ന് പറയുന്നത് ലോകത്ത് എങ്ങനെയാണ് നിർവചിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത്. ഇവൻ നല്ല മുസ്ലിം, ഇവൻ ചീത്ത മുസ്ലിം, ഭീകരവാദികൾ മുസ്ലിങ്ങൾ, എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികൾ, സംഘടനകളെ നിരോധിക്കുന്നു, വ്യക്തികളെ കള്ളപ്രചാരണങ്ങളും കള്ളക്കേസുകളും ഫാബ്രിക്കേറ്റഡ് സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് വ്യക്തികളെ കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്യുന്നു. നമുക്കറിയാം, സാധാരണഗതിയിൽ 25 വർഷങ്ങൾക്ക് മുമ്പ് വാഷിംഗ്ടണിൽ നിർമ്മിക്കപ്പെട്ട ഇതുപോലെയുള്ള ഭീകരവാദ പദാവലികൾ പിന്നീട് ആഗോളതലത്തിൽ തന്നെ പ്രത്യേകമായിട്ട് വിവർത്തനം ചെയ്യപ്പെടുകയും നമ്മുടെ തന്നെ ദൈനംദിന ജീവിതത്തിൽ തന്നെ ഭാഗമാകുന്ന വിധത്തിൽ നമ്മുടെ ക്ലാസ് റൂമുകളിലും പോലീസ് സ്റ്റേഷനുകളിലും നമ്മുടെ ന്യൂസ് റൂമുകളിലും നമ്മുടെ കോടതികളിൽ വരെ അതിന്റെ സ്വാഭാവികമെന്നോണം ഉപയോഗപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നല്ല ബോധ്യമുണ്ട്. പോലീസ് സ്റ്റേഷനുകളും മാധ്യമവും അതുപോലെ തന്നെ ഇവിടുത്തെ മീഡിയ സംവിധാനങ്ങളും എவ்விധമായിരുന്നു ഇത്തരം സംഭവങ്ങളോട് പുലർത്തിയിരുന്ന നിലപാട് എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. എവിടെയെങ്കിലും പൊട്ടിയാൽ, മുസ്ലിങ്ങൾ എവിടെയെങ്കിലും കൂടിച്ചാൽ ഏത് സമയത്തും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളവരാണവർ. അതുകൊണ്ട് ഭീകരന്മാരാണ്, തീവ്രവാദികളാണ്, വർഗീയവാദികളാണ്, ഉന്മൂലനം ചെയ്യേണ്ട ആളുകളാണ്. അവരിന്ന് പിടിച്ച് കൊണ്ടുപോയിട്ട് വിചാരണ തടവുകാരായിട്ട് കാലങ്ങളോളം തടവറയിൽ പാർപ്പിക്കേണ്ടവരാണ്. എന്തെങ്കിലും സംഭവങ്ങൾ, പൊട്ടലുകൾ ഉണ്ടെങ്കിൽ ആ പൊട്ടലുകളുടെ പിന്നിൽ ഒരു സംശയമില്ലാത്ത വിധം മാധ്യമങ്ങൾ എഴുതുകയുണ്ടായി. ഈ മാധ്യമങ്ങൾ നമുക്കറിയാം, അങ്ങനെ പടച്ചതിന്റെ മാധ്യമങ്ങൾ ഇതുപോലെ തന്നെ പടച്ച വാർത്തകൾക്ക് പിന്നിൽ ഇരയാക്കപ്പെട്ട വലിയ മനുഷ്യർ നമ്മുടെ മുറ്റത്തിലുണ്ട്. നമ്മുടെ രാജ്യം, ഇന്ത്യൻ സാഹചര്യവും നമ്മുടെ ഈ രാജ്യത്തിന്റെ അവസ്ഥയും നിങ്ങൾ എടുത്തു നോക്കൂ. എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ ബഹുമാന്യനായ റാസിഖ് റഹീം സാഹിബുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നിങ്ങളുടെ കൂട്ടത്തിൽ തടവറകാലം എന്ന് പറയുന്ന പുസ്തകം വായിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നീണ്ട വിചാരണ പോലും നിഷേധിക്കപ്പെട്ട വിചാരണ തടവുകാരനായിട്ട് കഴിഞ്ഞ ജയിൽ തടവറയിലെ വേദനിക്കുന്ന ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നു പോകും. സോളിഡാരിറ്റി കോൺഫറൻസിനോട് അടുപ്പിച്ച് ഇതിന്റെ തൊട്ടപ്പുറത്ത് ഒരു എക്സിബിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, തയ്യാറാക്കിയിട്ടുണ്ട്. ഓറഞ്ച് ജംപ് സ്യൂട്ട് എന്നതാണ് അതിന് സോളിഡാരിറ്റി നൽകിയിട്ടുള്ള പേര്. നമ്മുടെ തന്നെ അതിഥിയായി കടന്നു വന്നിട്ടുള്ള ബഹുമാന്യനായ ആമിർ ഖാൻ ഇന്നലെ ഞങ്ങളോടൊപ്പം ആ എക്സിബിഷനിലൂടെ പ്രവേശിച്ചു. ഓരോന്ന് കണ്ട് അദ്ദേഹം ഒരു സെല്ലിന്റെ മുമ്പിലെത്തിയിട്ട് അദ്ദേഹം ഒന്നിങ്ങനെ നോക്കിയിട്ട്
അവിടെ നിന്ന് ഓടിപ്പോയി. 15 വർഷം പിന്നിലേക്ക് ഞാൻ ഓർക്കുകയാണ്. 15 വർഷം പിന്നിലേക്ക് ഞാൻ ഓർക്കുകയാണ്. എന്നെ ഈ ഡൽഹിയിലും അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും പൊട്ടിയ സ്ഫോടനങ്ങളുടെ പിന്നിൽ കുറ്റം സമ്മതിക്കുന്നതിന് വേണ്ടി മലർത്തിക്കടത്തി ഒരു 30 ഡിഗ്രിയിൽ തല ഉയർത്തി എന്റെ വായിലേക്ക് പൈപ്പ് ആ വായിലേക്ക് വെച്ച് വളരെ പവറോട് കൂടിയിട്ട് വെള്ളമടിച്ച് നിന്റെ നെഞ്ചിൽ പോലീസ് കയറി നിന്ന് തലങ്ങനെ ഉയർത്തിപ്പിടിച്ച് വളരെ പ്രഷറോട് കൂടിയിട്ട് പവറോട് കൂടിയിട്ട് വെള്ളമൊഴുക്കി വിട്ട് അങ്ങനെ എന്റെ മൂക്കിലേക്കും എന്റെ വായിലേക്കുമൊക്കെ പൈപ്പിൽ നിന്ന് വെള്ളം ചീറ്റിച്ച് എന്നോട് പറയും നീ അത് സമ്മതിക്കൂ എന്നുള്ളത്. അദ്ദേഹത്തിന് അത് കാണാൻ കഴിഞ്ഞില്ല. 16 വർഷങ്ങൾ പിന്നിലേക്ക് അദ്ദേഹം പോയി. വാഹിദ് ഷെയ്ഖ് ഇവിടെയുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ രാജ്യത്ത് ആദ്യത്തെ NIA റിപ്പോർട്ട് ചെയ്ത കേസ് എവിടെ നിന്നാ? നമ്മുടെ കൊച്ചു കേരളം, പാനായിക്കുളം, എറണാകുളം ജില്ല നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണമായിട്ട് വെക്കാം. നിങ്ങൾക്കറിയുമോ, 2006 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തലേ ദിവസവും തൊട്ട് തലേ വെള്ളിയാഴ്ചകളിലും പാനായിക്കുളത്തും പരിസരത്തുമൊക്കെ നോട്ടീസ് വിതരണം ചെയ്തു. നോട്ടീസിൽ പറഞ്ഞ കാര്യം എന്താ? ഈ വരുന്ന 15-ാം തീയതി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ ഈ ഓഡിറ്റോറിയത്തിൽ, പാനായിക്കുളത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു തുറന്ന ചർച്ച നടത്തുന്നു. തുറന്ന ചർച്ച നടത്തുന്ന ആർക്കും കടന്നു വരാം, ആർക്കും കടന്നു വരാം. നോക്കൂ നിങ്ങൾ, വളരെ ഓപ്പണായ സുതാര്യമായ ഒരാൾക്ക് പോലും കടന്നു വരാൻ പറ്റുന്ന വിധത്തിൽ ഒരു ചർച്ചാ സംഗമത്തെ പിന്നീട് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. എത്ര കാലമാണ് പിടിച്ചുകൊണ്ടുപോയി? പത്രമാധ്യമങ്ങൾ എഴുതി. നിങ്ങൾ നോക്കൂ, ഒരു കാലത്ത് സോളിഡാരിറ്റി എന്ത് ചെയ്തു എന്നതിന്റെ ഉത്തരമായി കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ എനിക്ക് വെക്കാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. ഒരു കാലത്ത് ഇവിടെ പറഞ്ഞിരുന്നു, തീവ്രവാദിയുടെ മകനാൻ ആ തീവ്രവാദിയുടെ മകന്റെ മയ്യത്ത് എനിക്ക് കാണേണ്ടതില്ല എന്നുള്ളടത്ത് നിന്ന് എന്റെ മകന് വേണ്ടി ഏതറ്റം വരെയും പോരാടാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന ബിയുമ്മമാരെ കേരളത്തിന് വേണ്ടിയിട്ട്, ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ചോദ്യം ചോദിക്കുന്ന, നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന, പോരാടുന്ന ബിയുമ്മമാരെ ഈ രാജ്യത്തുണ്ടാക്കി എന്നുള്ളതാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ചെയ്തിട്ടുള്ള ദൗത്യം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, നേരത്തെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞു, ഇവിടെ ഈ സദസ്സിലുണ്ട് ഒരുപാട് പോരാളികൾക്ക് പ്രചോദനം നൽകുന്ന ഉമ്മമാർ. ഈ രാജ്യത്ത് തീവ്രവാദിയുടെ മകന്റെ മയ്യത്ത് കാണേണ്ടതില്ല എന്ന് പറഞ്ഞോടത്തുനിന്ന് ഈ രാജ്യത്ത് നീതിക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഞങ്ങളുണ്ട് പോരാടാൻ എന്ന് പറഞ്ഞിട്ട് പോരാട്ടത്തിന്റെ പ്രതീകമായി ഊർജം പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാർ എന്റെ മുമ്പിലുണ്ട്. മാനന്തവാടിയിൽ നിന്നൊരു ഉപ്പങ്ങോട്ട് കടന്നു വന്നിട്ടുണ്ട്. ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? കഴിഞ്ഞ വർഷം മംഗലാപുരത്ത് വെച്ച് ആൾക്കൂട്ടാക്രമണത്തിന് വിധേയായി മരണപ്പെട്ട അഷ്റഫിന്റെ ഉപ്പ മാനന്തവാടിയിൽ നിന്ന് ഇവിടെ വന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുണ്ട്. പക്ഷെ അവർക്കറിയാം, ഇത് നീതിക്ക് വേണ്ടി സോളിഡാരിറ്റി നടത്തുന്ന ഒന്നാണ്. സോളിഡാരിറ്റിയുടെ ഈ പോരാട്ടത്തിന് ഞങ്ങൾ പിന്തുണ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത്. ഈ സമ്മേളനത്തിന്റെ മുദ്രാവാക്യം ജസ്റ്റിസ് ആൻഡ് സോളിഡാരിറ്റി എന്നുള്ളതാണ്. ജസ്റ്റിസ് ആൻഡ് സോളിഡാരിറ്റി എന്നുള്ളതാണ്. കൂനു ഖവാമീന ബിൽ ഖിസ്ത് ശുഹദാ ലില്ലാ. ഒരു ആദർശ പദത്തിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ, ഈ മനുഷ്യരെ നീതിക്ക് വേണ്ടിയിട്ട് സാക്ഷികളാകുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ മാർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കൂ എന്ന് പറയുന്ന ഉജ്ജ്വലമായ ഒരു ആദർശ പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ ജസ്റ്റിസ് ആൻഡ് സോളിഡാരിറ്റി, ഇതൊരു സോളിഡാരിറ്റിയുടെ പ്രഖ്യാപനം കൂടിയാണ്. സോളിഡാരിറ്റിയുടെ പ്രഖ്യാപനം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു കാലത്ത് ഏതാനും 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നമ്മുടെ തന്നെ തൊട്ടടുത്ത എറണാകുളം ജില്ലയിലെ തൊട്ടടുത്ത ഒരു പ്രദേശം, ആ പ്രദേശത്ത് ഒരു പള്ളിയിൽ ആരാധനയ്ക്കിടെ പെട്ടെന്ന് തന്നെ ബോംബ് പൊട്ടുന്നു. ആരാധനയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് മരണപ്പെടുന്നു. ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ മുഴുവൻ വാർത്തകൾ വരുന്നു. ഫലസ്തീന്റെ പ്രശ്നവുമായി കൊണ്ട് ഹമാസുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടതിന് വ്യാഖ്യാനങ്ങൾ വരുന്നു. പത്രമാധ്യമങ്ങൾ പലതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ നിമിഷം തന്നെ കാസർഗോഡ് നിന്ന് ഒരാളെ, കണ്ണൂരിൽ നിന്ന് തൊപ്പിവെച്ച ഭീകരനായ ഒരാളെ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ മീഡിയകൾ പ്രദർശിപ്പിക്കപ്പെടുന്നു. ഇതുപോലെ തന്നെ നമ്മളെ തൊട്ടടുത്ത പ്രദേശം അന്ന് അത് നടക്കുമ്പോൾ തന്നെ പാനായിക്കുളത്ത് ഞാൻ നേരത്തെ പറഞ്ഞ നീണ്ട വിചാരണ തടവിന് ശേഷം നിരപരാധികളാണെന്ന്, കുറ്റമുക്തരാണ് എന്ന്
പറഞ്ഞ് പുറത്താക്കപ്പെട്ട മനുഷ്യരുടെ വാതിലുകളും, ഇവിടെ ബോംബ് സ്ഫോടനം നടക്കുമ്പം അതേപ്പുറത്ത് പാനായിക്കുളത്ത് നിരപരാധികളാണ് എന്ന് കുറ്റമുക്തരാക്കപ്പെട്ട, പാനായിക്കുളത്ത് ഈ കേസിൽ അകപ്പെട്ടിരുന്ന, എന്നിട്ട് കുറ്റമുക്തനാക്കപ്പെട്ടിരുന്ന ഒരു സഹോദരന്റെ വാതിലും പോയിട്ട് മുട്ടുന്നുണ്ട് പോലീസ്. ഈ അത്യാഖ്യാനങ്ങളെ ചെറുത്തു തോൽപ്പിക്കുക. അതിന് പ്രിയപ്പെട്ടവര്, സോളിഡാരിറ്റി ആരുമായി കൊണ്ട് സോളിഡാരിറ്റി ആകും? ഇത് ഐക്യദാർഢ്യത്തിന്റെ സമ്മേളനം കൂടിയാണ്. ഇത് നീതിക്ക് വേണ്ടിയുള്ള ഒരു ഒരുക്കമാണ്. ഇത് പോരാട്ടത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. കൂനൂ ഖവാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്, നീതിക്ക് സാക്ഷികളായി ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ സമ്മേളനമാണ് സോളിഡാരിറ്റിയുടെ സമ്മേളനം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രഖ്യാപിക്കണം, ഇവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുക. നീതി വാങ്ങിച്ചു കൊടുക്കുന്നത് വരെ നമ്മുടെ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. നമുക്കറിയാം, സാമൂഹികമായ ഇടപെടലുകൾ നടത്തുമ്പം, അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയമായ ഇടപെടലുകൾ നടത്തുമ്പം നമുക്ക് കിട്ടുന്നത് നിങ്ങൾ ഇവിടുത്തെ ചീത്ത മുസ്ലിമിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ നമ്മളറിയണം, ഇത് നമ്മുടെ സാമൂഹിക ദൗത്യമാണ്, നിയമപരമായ പോരാട്ടമാണ്, രാഷ്ട്രീയമായ പോരാട്ടമാണ്. സാക്ഷികളാവാൻ, നീതിക്ക് സാക്ഷികളാവുക എന്ന് പറയുന്ന വലിയ സാമൂഹിക, നിയമപരമായ, രാഷ്ട്രീയമായ ദൗത്യം നിർവഹിച്ചുകൊണ്ട് ഈ മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് ആ പോരാട്ടത്തിന് ശക്തി പകരുക, അതിന് ഈ സമ്മേളനം നമുക്ക് വീണ്ടും ഊർജം നൽകുന്നു എന്നതും കൂടിയാണ് സോളിഡാരിറ്റി തയ്യാറാക്കിയിട്ടുള്ള സമ്മേളനം. എല്ലാവർക്കും പ്രിയപ്പെട്ടവർ, അഭിവാദ്യങ്ങൾ. ഇന്ന് വൈകുന്നേരം ഇത് സമാപിക്കുമ്പം ഒരു കാര്യം നമുക്ക് തീർച്ചപ്പെടുത്തണം. നിങ്ങൾക്ക് BUMN അറിയാം. ഞങ്ങൾ 2 ആഴ്ച മുമ്പ് BUMN പരപ്പനങ്ങാടിയിലെ വീട്ടിൽ പോയിട്ട് സന്ദർശിച്ചിരുന്നു. കിടന്ന കിടപ്പിൽ ശരീരം തളർന്ന്, സ്ട്രോക്ക് വന്ന്, സംസാരിക്കാൻ കഴിയാത്ത, ശാരീരികമായ അസ്വസ്ഥതകൾ പേറുന്ന BUMN കണ്ട നിൽപ്പിൽ തന്നെ ഒരൊറ്റ ചോദ്യം: എന്റെ മകനെ നിങ്ങൾ എന്നാ കൊണ്ടുവരിക? എന്റെ മകനെ നിങ്ങൾ എന്നാ കൊണ്ടുവരിക? ആ ചോദ്യത്തിന്റെ മുമ്പിൽ ഉത്തരം പറയാൻ ബാധ്യസ്ഥരായവരാണ് നമ്മൾ എന്ന തിരിച്ചറിവ് ഈ കോൺഫറൻസ് നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. നിരപരാധികളായ മനുഷ്യർ വിചാരണ തടവുകാരായി നീണ്ട വർഷത്തോളം വിചാരണ തടവുകാരായിട്ട് കഴിയുന്നു. പേരുകൾ ഞാൻ എണ്ണി പറയേണ്ടതില്ല. പ്രിയപ്പെട്ടവർ, അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ, അവരോടൊപ്പം അവരുടെ നീതിക്ക് വേണ്ടി പോരാടാൻ നമുക്ക് കഴിയണം. ഇത് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ വിപ്ലവാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.